രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും ഫെന്നി നൈനാനെതിരെയുള്ള പോലീസ് നടപടിയും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു വ്യക്തിഹത്യ എന്നതിനപ്പുറം ഗർഭചിത്രം, സാമ്പത്തിക ഇടപാടുകൾ, മാനസിക പീഡനം എന്നിങ്ങനെ അതീവ ഗുരുതരമായ വിഷയങ്ങളിലേക്കാണ് ഈ വിവാദം നീളുന്നത്. കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ അഭിവാജ്യ ഘടകമായി മാറിയ കാലഘട്ടമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളിരിക്കവേ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നി നൈനാനെതിരെ പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്നത് മൂന്നാമത്തെ പരാതിക്കാരി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളിലെ വെളിപ്പെടുത്തലുകളാണ്. ഈ കേസിലെ മൂന്നാമത്തെ പരാതിക്കാരി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏതൊരു മനുഷ്യനെയും അസ്വസ്ഥനാക്കുന്നതാണ്. കേവലം ഒരു പ്രണയബന്ധം എന്നതിനപ്പുറം തന്നെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. 2024 മെയ് മാസത്തിൽ തനിക്ക് ഗർഭചിത്രം സംഭവിച്ചുവെന്നാണ് യുവതി പറയുന്നത്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയ അതിഭീകരമായ സ്ട്രെസ്സും ട്രോമയുമാണ്. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ രാഹുലിനോട് വൈകാരികമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആ ബന്ധത്തെ രാഹുൽ ദുരുപയോഗം ചെയ്തുവെന്നും ആ സമയത്തെ മാനസികാവസ്ഥ തന്നെ ആകെ തളർത്തി കളഞ്ഞുവെന്നും അവർ പറയുന്നു. ജീവിതത്തിന്റെ എല്ലാ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫെന്നി നൈനാൻ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുത്തുന്നത്. തന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ ഫെന്നി തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അതിജീവിത ആരോപിക്കുന്നു. രാഹുലിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞും സാമ്പത്തിക പ്രയാസങ്ങൾ ബോധിപ്പിച്ചും തന്നെ വിശ്വാസത്തിൽ എടുക്കാൻ ഫെന്നി ശ്രമിപ്പിച്ചു. രാഹുലിന് കോടികളുടെ കടബാധ്യതയുണ്ടെന്നും സമരങ്ങൾക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്നും പറഞ്ഞ് ഫെന്നി തന്നെ വൈകാരികമായി ചൂഷണം ചെയ്തുവെന്നും അവർ വെളിപ്പെടുത്തി. യുവതിയുടെ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചൂരൽമല ഫണ്ട് ശേഖരണമാണ്. വയനാട് ദുരന്തത്തിന് വേണ്ടി നടത്തിയ കൂപ്പൺ ചലഞ്ചിൽ പങ്കെടുക്കാൻ ഫെന്നി തന്നെ നിർബന്ധിച്ചു. രാഹുലാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നതെന്നും അതിനാൽ ഫെന്നി വഴി സമ്മർദ്ദം ചെലുത്തി സമ്മാനം നേടിയെടുക്കാമെന്നും പറഞ്ഞ് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. രാഹുലിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പലപ്പോഴായി തന്റെ കൈവശം നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും യുവതി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്നതിനിടെ തന്നെ താനും രാഹുലും തമ്മിൽ ഒരു ക്ലോഷറിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെന്ന് യുവതി പറയുന്നു. ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ വീണ്ടും തന്നെ സമീപിച്ചു. പിന്നീട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിളിച്ചപ്പോൾ കാണാൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം മുഴുവൻ രാഹുലിന്റെ സ്റ്റാഫ് തന്നെ പലയിടങ്ങളിലായി ഓടിപ്പിച്ചു. ഫെന്നി നൈനാൻ ഇപ്പോൾ പുറത്തുവിട്ട 3-4 മണിക്കൂർ കാണണം എന്ന ചാറ്റ് തനിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയായിരുന്നുവെന്നും അല്ലാതെ ഫെന്നി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊന്നിനുമല്ലെന്നും അതിജീവിത വ്യക്തമാക്കി. അതിജീവിതയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് പത്തനംതിട്ട സൈബർ പോലീസ് ഫെന്നിക്കെതിരെ കേസെടുത്തത്. ഇതിലെ നിയമപരമായ വശങ്ങൾ അതീവ ഗൗരവകരമാണ്. BNS സെക്ഷൻ 72(1) ഒരു പീഡന കേസിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് പുതിയ ക്രിമിനൽ നിയമപ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ്. BNS സെക്ഷൻ 79 സ്ത്രീയുടെ അന്തസ്സിനെ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള അശ്ലീല പരാമർശങ്ങൾ. IT ആക്ട് സെക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. പോലീസ് ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ ഫെന്നിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ താൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും തന്റെ കൈവശമുള്ള മുഴുവൻ ചാറ്റുകളും ശാസ്തമംഗലം അജിത്തിനെ പോലുള്ള പ്രമുഖ അഭിഭാഷകരെ ഏൽപ്പിക്കുന്നുവെന്നുമാണ് ഫെന്നിയുടെ നിലപാട്. ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പരാതിക്കാരി രാഹുലിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പാർട്ടി നേതൃത്വം എടുക്കുന്ന നിലപാടും നിർണായകമാണ്. താൻ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിൽ മറ്റു 2 പെൺകുട്ടികൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന അതിജീവിതയുടെ പ്രസ്താവന മറ്റിരകൾ കൂടി ഉണ്ടെന്ന സൂചനകൾ നൽകുന്നു. രാഹുലിനെ അനുകൂലിക്കുന്ന സൈബർ ഗ്രൂപ്പുകളും ഫെന്നി നൈനാനും നടത്തുന്ന നീക്കങ്ങൾ പരാതിക്കാരെ വീണ്ടും അപമാനിക്കുന്നതാണെന്ന വികാരം പൊതുസമൂഹത്തിൽ ശക്തമാണ്. ഫെന്നി നൈനാൻ പുറത്തുവിട്ട തലയും വാലുമില്ലാത്ത ചാറ്റുകൾ കണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന അതിജീവിതയുടെ പ്രഖ്യാപനം ഈ പോരാട്ടം ദീർഘകാലം നീളുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. തന്നെ ഭയപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സ്വകാര്യമായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സുരക്ഷിതമായ സ്ഥലം ചോദിച്ചതിനെ ഫെന്നി തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അവരുടെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി കേസിലെ തെളിവുകളെയും കോടതിയിലെ കണ്ടെത്തലുകളെയും ആശ്രയിച്ചിരിക്കും. ഫെന്നി നൈനാൻ പുറത്തുവിട്ട തെളിവുകൾ പൂർണ്ണമല്ല എന്ന് അതിജീവിത തന്നെ തെളിയിച്ചാൽ അത് രാഹുലിനും ഫെന്നിക്കും വലിയ തിരിച്ചടിയാകും. അതേസമയം ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി പിടിമുറുക്കാം. എങ്കിലും ഒരു യുവതിയുടെ ഗർഭചിത്രം എന്ന അതീവ ദുഃഖകരമായ സാഹചര്യം രാഷ്ട്രീയ ചർച്ചയാകുന്നതും കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒട്ടും ശുഭകരമല്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുണ്ട്.